ഈ ദുന്യവിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഖൈറാവണം, പരലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഖൈറാവണം. അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങളുള്ള ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം നമ്മളൊരു ദിവസം പറയുകയാണെങ്കിലും ഈ ദുന്യാവിലുള്ള മുഴുവൻ നമുക്ക് ഖൈറായി ഭവിക്കും, നാളെ പരലോകത്തിലുള്ള മുഴുവൻ നമുക്ക് ഖൈറായി ഭവിക്കും. മാലിക് ഇബ്നുൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇമാം മുസ്ലിം അത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണറിയോ ആ 4 കാര്യങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് ഇത് മാത്രം ഇങ്ങനെ നിർത്തി, ബാക്കിയുള്ളതൊക്കെ മടക്കി. ചെറിയ വിരൽ, ഇത് 4 വിരലും മടക്കി. ഹദീസിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്താണ് അറിയുന്നത്? ആ 4 കാര്യങ്ങൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും, നാളെ പരലോകത്തും ഉപകാരപ്പെടും, ഇഹലോകത്തും ഉപകാരപ്പെടും. ഒന്നാമത്തെ എന്താണ് അറിയുന്നത്? അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി. ആർക്കും അറിയാത്തില്ല. വർഹംനി, അല്ലാഹുമ്മ ഗഫിർലി വർഹംനി. വആഫിനി, മൂന്നാമത്തത് വആഫിനി. നാലാമത്തത് വർസുഖ്നി. നമ്മൾ നിസ്കാരത്തിൽ 2 സുജൂദുകൾക്കിടയിൽ ഇരുത്തത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഇങ്ങനെ തന്നെ ഈ 4 കാര്യങ്ങൾ ഇതേപോലെ ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ എല്ലാറ്റിനും ഇതന്നെ മതി. അത്രമാത്രം പ്രശസ്തവും ഏറ്റവും ഉന്നതവുമായ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഈ ലഫ്ദുകൾ ഇതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് മാലിക് ഇബ്നുൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. എന്നാൽ ദുന്യാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന അതിൻ്റെ അധികം വിശദീകരിക്കണില്ല. ഈ 4 കാര്യം ഓരോന്നും ഒരുപാട് സമയം വിശദീകരിക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഗഫിർലി, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടിയ പിന്നെന്താ വേറെ വേണ്ടത്? വർഹംനി, എല്ലാറ്റിനും അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ പിന്നെ ആരെ കാരുണ്യം നമുക്ക് വേണ്ടത്? ആരതും വേണ്ട ആവശ്യമില്ല. വആഫിനി, സൗഖ്യം, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും ഒക്കെ സൗഖ്യം നൽകുക, അതും വിട്ടല്ല. പിന്നെ വർസുഖ്നി, എനിക്ക് റിസ്ക്, അന്നം നൽകണമേ. എല്ലാം അതിൽ പെട്ടു, റിസ്ഖാനതിലെല്ലാം പെട്ടു. എല്ലാം ദുന്യാവിൽ ആവശ്യമായ പരലോകത്ത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വആഫിനി വർസുഖ്നി ഇങ്ങനെ തന്നെ മറക്കാതെ നമ്മൾ ചൊല്ലുക.